മലയാള സിനിമയ്ക്ക് നവംബറിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വലിയ താരമാണ് കൃഷ്ണൻ നായർ എന്ന് പറയുന്ന നമ്മുടെ ജയൻ. രസികനകത്ത് അഭി പറയുന്നുണ്ട്, മമ്മൂട്ടിയാണോ മോഹൻലാലാണോ മികച്ച നടൻ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ ജയൻ്റെ സിംഹാസനം ഇന്ന് ഒഴിഞ്ഞു കിടക്കുകയാണെന്ന്. ശരി തന്നെയാണ്. മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിലപിടിപ്പുള്ളൊരു താരം തന്നെയായിരുന്നു കൃഷ്ണൻ നായർ എന്ന് പറയുന്ന നമ്മുടെ ജയൻ. 1974 ശാപമോക്ഷം എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് അദ്ദേഹം തുടങ്ങിയത്. കേവലം 6 വർഷം കൊണ്ട് 100-ൽ പരം സിനിമകളെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ പോലും മലയാളം കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായിട്ട് അദ്ദേഹത്തിന് 6 വർഷം കൊണ്ട് വളരാൻ കഴിഞ്ഞു. ശാപമോക്ഷത്തിൽ വന്നു, ശരവഞ്ചരത്തിൽ വളർന്നു, പോളക്കത്തിൽ അവസാനിച്ചു എന്ന് അദ്ദേഹത്തെ പറയാറുണ്ട്. ശരവഞ്ചരമാണ് അദ്ദേഹത്തിൻ്റെ സിനിമ, അതായത് ഹരിഹരൻ സംവിധാനം ചെയ്ത ശരവഞ്ചരമാണ് അദ്ദേഹത്തിൻ്റെ കരിയർ മാറ്റിയ സിനിമ. വില്ലനായിട്ട് വന്നപ്പോൾ ആ വില്ലൻ്റെ ആ റോളിനെ ജനങ്ങൾ മൊത്തം സ്വീകരിച്ചു. ഒരുപാട് സിനിമകളിൽ സൈഡ് റോളായിട്ടും വില്ലനായിട്ടും കോമഡി നടനായിട്ടും സൈഡ് കോമഡി നടനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. ആദ്യമായിട്ട് മുഴുനീള നായകനായിട്ട് അഭിനയിക്കുന്നത് 79-ലാണ്. പുതിയ വെളിച്ചം എന്ന സിനിമയിൽ ശ്രീകുമാരൻ തമ്പി സംവിധാനം ചെയ്ത പുതിയ വെളിച്ചം എന്ന് പറഞ്ഞ സിനിമയിലാണ് അദ്ദേഹം ആദ്യമായിട്ട് നായകനായിട്ട് അഭിനയിക്കുന്നത്. പിന്നെ അങ്ങനെ ഒട്ടേറെ സിനിമകൾ, മൂർഖൻ, ചാകര, അങ്ങാടിയിലെ ബാബു എന്ന് പറഞ്ഞ റോള് നമ്മൾ ആരും മറക്കുകയില്ല. അത്രയും പൗരുഷമുള്ള ഒരു റോളായിട്ട് കൈകാര്യം ചെയ്യാൻ അന്നത്തെ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു നടനും കൊണ്ട് പറ്റില്ല. പ്രേം നസീർ എന്ന് പറയുന്ന ഒരു വലിയ അധികായകൻ ജീവിച്ചിരിക്കുമ്പം അദ്ദേഹത്തിന് തുല്യമായിട്ട് ആ സിനിമ മൊത്തം വിലസിയിരുന്നൊരു നടനാണ് ജയൻ. 79 നായകനായിട്ട് അഭിനയിച്ചിട്ട് 80 ആകുമ്പോഴേക്കും അദ്ദേഹം നമ്മളോട് യാത്ര പറഞ്ഞു പോയിരിക്കുന്നു. പക്ഷെ അദ്ദേഹം അഭിനയിച്ച ചുരുക്കം ചില സിനിമകളുണ്ട് അദ്ദേഹത്തെ 40 വർഷങ്ങൾക്ക് അധികമായിട്ട് ഇന്ന് ജനങ്ങൾ